നമസ്കാരം. ശബരിമലയിൽ ദേവസ്വം ബോർഡിന്റെ കേസുകൾ കൈകാര്യം ചെയ്യാനായി സർക്കാർ നിയമിച്ച ഗവൺമെന്റ് പ്ലീഡർ കെ.ബി. പ്രദീപ് രാജിവെച്ചു. ആരാണ് കെ.ബി. പ്രദീപ്? ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായിരുന്ന സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനായിരുന്നു ഈ കെ.ബി. പ്രദീപ്. പ്രദീപിനെ ഈ സ്ഥാനത്ത് നിയമിച്ചപ്പോൾ എല്ലാവരും മൂക്കത്ത് വിരൽ വയ്ക്കുകയാണ് ചെയ്തത്. എന്താണ് യു.ഡി.എഫ് സർക്കാരിന് പറ്റിയത്? യു.ഡി.എഫ് സർക്കാരിനും സ്വർണ്ണക്കൊള്ള കേസിൽ പങ്കുണ്ടോ എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ വലിയ രീതിയിൽ ഉയർന്നു വന്നിരുന്നു. ദേവസ്വം മന്ത്രിയായ കെ മുരളീധരൻ പറഞ്ഞത് അത് മുഖ്യമന്ത്രിയുടെ തീരുമാനമായിരുന്നു. പ്രതികളുടെ ദൗർബല്യം അറിയാമെന്നുള്ളത് കൊണ്ട് ഈ അഭിഭാഷകനെ നിയമിക്കുന്നത് നല്ലതല്ലേ എന്നാണ് അദ്ദേഹം പരിഹാസ രൂപേണ ചോദിച്ചത്. അപ്പോഴത് പരിഹാസമാണെന്ന് മനസ്സിലായില്ലെങ്കിലും പിന്നീടാണ് മുരളീധരൻ്റെ അതൃപ്തി ഈ പരിഹാസമായ പ്രസ്താവനയിലൂടെ അദ്ദേഹം പ്രകടിപ്പിച്ചത് എന്ന് മനസ്സിലായത്. ഇവിടെ പ്രദീപ് രാജിവെച്ചതുകൊണ്ട് യു.ഡി.എഫ് സർക്കാരിന് മേൽ ഉയരുന്ന സംശയത്തിൻ്റെ നിഴൽ മാറുന്നില്ല എന്നുള്ളതാണ്. കാരണം മെയ് മാസം 1-ാം തീയതി ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കൊച്ചിയിൽ നിന്ന് മംഗലൂരുവിലേക്ക് ഒരു ഫ്ലൈറ്റ് യാത്ര നടത്തിയിരുന്നു, ചാർട്ടേഡ് വിമാനത്തിൽ. അന്ന് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വിട്ടയച്ച റജികുമാർ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ചോദ്യം ചെയ്തു വിട്ടയച്ച ഒരാളോടൊപ്പം നിയുക്ത മുഖ്യമന്ത്രിയാകാൻ പോകുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനു വേണ്ടി അന്ന് മുറവിളി കൂട്ടിക്കൊണ്ടിരുന്ന വി.ഡി. സതീശൻ, നിലവിലെ പ്രതിപക്ഷ നേതാവ്, പോയത് തീർത്തും ദുരൂഹമാണ്. അതിനുശേഷം മാധ്യമങ്ങളൊന്നും വലിയ രീതിയിൽ അക്കാര്യം ചർച്ച ചെയ്തില്ല. പ്രദീപിനെ ആ സ്ഥാനത്ത് നിയമിച്ചതിനു ശേഷം വലിയ രീതിയിലുള്ള വിവാദമാണ് ഉണ്ടായത്. ഈ വിവാദമുണ്ടായതിനു ശേഷം പിടിച്ചു നിൽക്കാൻ കഴിയാതെയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രദീപിനോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടത്. അതിന് പിന്നാലെ പ്രദീപ് രാജിവെക്കുകയും ചെയ്തു. സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ തസ്തിക അനുവദിച്ചാണ് പ്രദീപിനെ നിയമിച്ചിരുന്നത്. ബന്ധു നിയമന വിവാദത്തിന്റെ പേരിൽ മന്ത്രി സണ്ണി ജോസഫിന്റെ സഹോദരി ഭർത്താവ് ബെന്നി തോമസ് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം രാജിവെച്ചത് ഈ യു.ഡി.എഫ് സർക്കാരിന് വലിയ നാണക്കേടുണ്ടാക്കിയിരുന്നു. അത് വലിയ ചർച്ചയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ യു.ഡി.എഫ് സർക്കാർ നിയമിച്ച സ്പെഷ്യൽ പ്ലീഡർ നിയമനവും സർക്കാരിനെ വെട്ടിലാക്കിയിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിഭാഗത്തുള്ള സ്ഥാപനത്തിൻ്റെ അഭിഭാഷകനെ സ്പെഷ്യൽ പ്ലീഡറാക്കിയത് കേസ് അട്ടിമറിക്കാനാണെന്ന ആരോപണവുമായി പ്രതിപക്ഷം അന്ന് ഇപ്പോൾ രംഗത്തെത്തിയിരുന്നു. സാധാരണ സീനിയർ ഗവൺമെൻറ് പ്ലീഡറാണ് ദേവസ്വം വകുപ്പിനുള്ളത്. ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ട സങ്കീർണമായ കേസുകളുടെ നടത്തിപ്പിന് കുറച്ചുകൂടി ഫലപ്രദമായ സംവിധാനം വേണമെന്ന് ദേവസ്വം വകുപ്പ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡർ തസ്തിക അനുവദിച്ച് പ്രദീപിനെ നിയമിച്ചത്. ശബരിമല മേൽശാന്തി കേസിലെ അമിക്കസ് ക്യൂറിയായും കൊട്ടിയൂർ ക്ഷേത്രത്തിലെ അഡ്വക്കേറ്റ് കമ്മീഷണറായും സേവനമനുഷ്ഠിച്ചതും പ്രദീപിനെ പരിഗണിക്കാൻ കാരണമായി എന്നാണ് സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. സ്വർണ്ണക്കൊള്ളക്കേസിൽ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയെ പ്രത്യേക അന്വേഷണ സംഘം നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. ഭണ്ഡാരിയുടെ ജാമ്യ ഹർജികളിലടക്കം പ്രദീപ് ഹാജരായിരുന്നു അന്ന്. ദേവസ്വം സ്പെഷ്യൽ പ്ലീഡറായി കെ.ബി. പ്രദീപിനെ നിയമിച്ചത് വിശ്വാസികൾക്കിടയിലും വലിയ സംശയത്തിനിടയാക്കി. ഇത് സർക്കാർ മനസ്സിലാക്കിയത് കൊണ്ടാണ് രാജി ആവശ്യപ്പെട്ടതെന്നാണ് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ ഇപ്പോൾ പറയുന്നത്. പ്രശസ്തനായ ക്രിമിനൽ അഭിഭാഷകൻ എന്ന നിലയിലാണ് അദ്ദേഹത്തെ നിയമിച്ചതെന്നും വിവാദമായപ്പോൾ വിശ്വാസികൾക്കിടയിൽ വലിയ പ്രയാസമുണ്ടായെന്നും യു.ഡി.എഫ് സർക്കാർ വന്നപ്പോൾ സ്വർണ്ണക്കൊള്ള പുറത്തു കൊണ്ടുവരുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു, എന്നാൽ വക്കീലിനെ വെച്ചതോടെ ആ പ്രതീക്ഷ ഇല്ലാതായെന്ന് പറഞ്ഞ് നിരവധി പേർ തന്നെ ഫോണിൽ വിളിച്ചിരുന്നു എന്നുമൊക്കെയാണ് മുരളീധരൻ പറയുന്നത്. ഈ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ഇപ്പോൾ അയാളുടെ രാജി ആവശ്യപ്പെട്ടിരിക്കുന്നത്. മന്ത്രിസഭയാണ് നിയമനം നടത്തിയത്. എല്ലാവർക്കും കൂട്ടുത്തരവാദിത്തമാണ് ഉള്ളത്. ആരെയും ഒറ്റതിരിഞ്ഞ് കുറ്റപ്പെടുത്താനില്ല. സതുദ്ദേശത്തോടെ നടത്തിയ നിയമനത്തിൽ വിശ്വാസികൾക്ക് സംശയമുള്ളത് കൊണ്ടാണ് നടപടിയെടുത്തത് എന്നിങ്ങനെയൊക്കെയുള്ള ന്യായീകരണങ്ങൾ, ഇതാർക്കും ദഹിക്കുന്നില്ലെങ്കിൽ പോലും ഇത്തരം ന്യായീകരണങ്ങളൊക്കെ ദേവസ്വം മന്ത്രി ഉയർത്തുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനും വെറുതെ ഇരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ തരത്തിൽ അദ്ദേഹവും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സാധാരണഗതിയിൽ സർക്കാർ ഉണ്ടെങ്കിലും വകുപ്പ് മന്ത്രിമാരാണ് ഉത്തരവാദിത്വം വഹിക്കേണ്ടതെന്നും എന്നാൽ വിചിത്രമായ പ്രതികരണമാണ് ദേവസ്വം മന്ത്രിയിൽ നിന്ന് കേട്ടതെന്നും ഇത്തരമൊരു നിയമനം ദേവസ്വം മന്ത്രി അറിയാതെ എങ്ങനെ നടക്കുമെന്നുമൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഒരു പ്രതി, ആ പ്രതി സാധാരണ പ്രതിയല്ല, കുറ്റാരോപിതനായ സ്ഥാപനത്തിനു വേണ്ടി ഹാജരായ ആളെ ദേവസ്വത്തിനു വേണ്ടി നിയമിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു തരത്തിൽ കള്ളന് ചൂട്ടുപിടിക്കലായിരുന്നു, ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിരുന്നു എന്നാണ് പിണറായി വിജയൻ പോലും പറയുന്നത്. അത് തീർത്തും അതിനോട് യോജിക്കാൻ മാത്രമേ നമുക്ക് കഴിയൂ. പിണറായി വിജയൻ്റെ കാലത്തായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു മാറ്റം പോലും ഉണ്ടാകുമായിരുന്നില്ല. യു.ഡി.എഫ് സർക്കാർ എൽ.ഡി.എഫ് സർക്കാരിൽ നിന്ന് വ്യത്യസ്തമായതുകൊണ്ടും വി.ഡി. സതീശൻ പിണറായി വിജയൻ അല്ലാത്തതുകൊണ്ടുമാണ് ഇത്തരത്തിൽ ഒരു മാറ്റമുണ്ടായത്. പ്രതിഷേധങ്ങൾ ഉയർന്നപ്പോൾ അദ്ദേഹത്തോട് രാജി ആവശ്യപ്പെട്ടത്. പക്ഷേ പിണറായി വിജയൻ്റെ കാലത്തായിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നില്ല. എന്തൊക്കെയായിരുന്നാലും യു.ഡി.എഫ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് തീർത്തും കളങ്കമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി മുഖ്യമന്ത്രിയുടെ ആവശ്യപ്രകാരം പ്രദീപ് രാജിവെച്ചെങ്കിൽ തന്നെ അത്
ആ ഒരു സംശയം ജനങ്ങളുടെ സംശയം മാറുന്നില്ല. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കുന്ന SIT തന്നെ ഈ നിയമനത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. KB പ്രദീപിനെ ഗവൺമെൻറ് പ്ലീഡറായി ദേവസ്വം ബോർഡിൻ്റെ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഗവൺമെൻറ് പ്ലീഡറായി നിയമിച്ചാൽ അത് അന്വേഷണ വിവരങ്ങൾ ചോരാൻ ഇടയാക്കുമെന്ന് SIT പറഞ്ഞിരുന്നു. ഇതൊക്കെ ആദ്യം തന്നെ മുൻകൂട്ടി ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഇവിടെയാണ് ഒരു സംശയം UDF സർക്കാരിനെ കുറിച്ച് പൊതുജനങ്ങൾക്കും വിശ്വാസികൾക്കും ഒക്കെ ഉണ്ടാകുന്നത്. കാരണം ഇതുപോലെ കളങ്കിതനായ അല്ലെങ്കിൽ ഈ കേരളത്തെ തന്നെ പിടിച്ചുകുലുക്കിയ UDF സർക്കാർ അധികാരത്തിൽ വരുന്നതിന് പ്രധാന പങ്ക് വഹിച്ച ഒരു വിഷയത്തിലെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ഒരു പ്രതികൾക്ക് വേണ്ടി ഹാജരായ ഒരു അഭിഭാഷകനെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ കേസുകൾ കൈകാര്യം ചെയ്യാൻ ഏൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എങ്ങനെയൊക്കെ ന്യായീകരിച്ചാലും UDFന് അതിൻ്റെ സംശയനിഴലിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ കഴിയില്ല. എന്തായാലും ഇത് ഇത്രയെങ്കിലും ഒരു ആശ്വാസമാണ്. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ പ്രതികളൊക്കെ വെളിച്ചത്ത് വരും, ഇതിൻ്റെ സത്യാവസ്ഥ വെളിച്ചത്ത് വരുമെന്നാണ് വിശ്വാസികളുടെ ഒരു പ്രതീക്ഷ. ആ പ്രതീക്ഷ എന്തായാലും ഇല്ലാതായിരിക്കുകയാണെങ്കിൽ പോലും പ്രദീപ് രാജിവെച്ചത് ചെറിയൊരു ആശ്വാസം നൽകുന്നു, അത്രമാത്രം.